യുണൈറ്റഡ് സ്റ്റേറ്റ്സുമായി ചരിത്രപരമായ ഒരു ആണവ കരാറിലെത്താൻ ഇറാൻ സന്നദ്ധമാണെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ചർച്ചകൾക്ക് മുൻഗണന നൽകുകയാണെങ്കിൽ കരാർ അരികിലാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. ജനീവയിൽ നടക്കാനിരിക്കുന്ന നിർണായക ചർച്ചകൾക്ക് മുന്നോടിയായാണ് ഇറാന്റെ ഈ പ്രതികരണം. നയതന്ത്ര ചർച്ചകളിലൂടെ ഇരുപക്ഷത്തിന്റെയും ആശങ്കകൾ പരിഹരിക്കുവാനും പൊതുവായ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുവാനും സാധിക്കുമെന്നും അരാഗ്ചി എക്സിൽ കുറിച്ചു. സത്യസന്ധമായും ശുഭപ്രതീക്ഷയോടെയും ഇറാൻ ചർച്ചാമേശയിലേക്ക് വരുമെന്നും ഏറ്റവും കുറഞ്ഞ സമയത്തിനുള്ളിൽ നിയുക്തമായ ഒരു കരാറിലെത്താനാണ് തങ്ങൾ ആഗ്രഹിക്കുന്നതെന്നും ഇറാൻ ഉപവിദേശകാര്യമന്ത്രി മജീദ് തക്താജി റവാഞ്ചി വ്യക്തമാക്കി. തങ്ങളുടെ കൈവശമുള്ള സമ്പുഷ്ടീകരിച്ച യുറേനിയത്തിന്റെ പകുതിയോളം വിദേശത്തേക്ക് അയക്കുവാനും ബാക്കിയുള്ളവയുടെ സാന്ദ്രത കുറയ്ക്കുവാനും ഇറാൻ തയ്യാറാണെന്നാണ് റിപ്പോർട്ടുകൾ. ഇതിന് പകരമായി സമാധാനപരമായ ആവശ്യങ്ങൾക്കായി യുറേനിയം സമ്പുഷ്ടീകരിക്കാനുള്ള ഇറാന്റെ അവകാശത്തെ US അംഗീകരിക്കണമെന്നും തങ്ങൾക്കെതിരെയുള്ള സാമ്പത്തിക ഉപരോധങ്ങൾ നീക്കണമെന്നും ഇറാൻ ആവശ്യപ്പെടുന്നു. നയതന്ത്ര ചർച്ചകൾക്കാണ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുൻഗണന നൽകുന്നതെങ്കിലും ആവശ്യമെങ്കിൽ ശക്തമായ നടപടികൾ സ്വീകരിക്കുവാനും മടിക്കില്ല എന്ന് വൈറ്റ് ഹൗസ് വക്താവ് കാരോലിൻ ലിവിറ്റ് പറഞ്ഞു. ഇറാനിലെ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെയുള്ള ആക്രമണം ഒരു ചൂതാട്ടമായിരിക്കുമെന്നും US സൈനിക നീക്കം നടത്തിയാൽ തങ്ങളുടെ പ്രതിരോധ പദ്ധതി അനുസരിച്ച് ശക്തമായി തിരിച്ചടിക്കുമെന്നും ഇറാൻ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി നീണ്ടുനിൽക്കുന്ന സംഘർഷങ്ങൾക്ക് ജനീവ ചർച്ചകളുടെ അവസാനമായേക്കുമെന്നാണ് ലോകരാജ്യങ്ങൾ ഉറ്റുനോക്കുന്നത്. അമേരിക്കൻ പ്രതിനിധികളായ സ്റ്റീവ് വിറ്റ്കോഫും ജാരഡ് കുഷ്നറും ഇറാൻ പ്രതിനിധികളുമായി വ്യാഴാഴ്ച കൂടിക്കാഴ്ച നടത്തും.